ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു നറുക്കെടുപ്പാണ്. ഈ നറുക്കെടുപ്പ് നിങ്ങൾ വെറുതെ ഒന്ന് കണ്ടു നോക്ക്. ഏട്ടാ എന്തോ താഴെ പരുതുന്നില്ലേ, ഒന്ന് നോക്കിയേ. ഓ കിട്ടി, ഓ അവസാനം കിട്ടി. അപ്പോൾ ഈ ഒരു നറുക്കെടുപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ സാധാരണ ഒരു കാര്യം അറിയണ്ട, ഇത് എന്തിൻ്റെ നറുക്കെടുപ്പാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഈ ഒരു നറുക്കെടുപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പന്തികേടോ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ ഇത് കാര്യത്തിലേക്ക് വരാം. അതായത് കുഞ്ഞൻ പാണ്ടിക്കാട് അറിയാലോ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഇടുന്ന, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ പോയി ചാടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് പാണ്ടിക്കാട് കുഞ്ഞൻ. അപ്പോൾ ഈ കുഞ്ഞൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുകയുണ്ടായി, അതായത് ഒരു പാവപ്പെട്ട ഒരു ചങ്ങായിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1000 രൂപേൻ്റെ ഒരു കൂപ്പൺ എടുക്കണം. ആ കൂപ്പൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 2 കോടി രൂപ വില വരുന്ന ഒരു വീടാണ്. പിന്നെ കുറേ സമ്മാനങ്ങൾ വേറെ ഉണ്ട്. അതായത് എന്താണ് ജിപ്സിയാ, ബുള്ളറ്റാ, സ്വർണ്ണ നാണയം, അങ്ങനെ എന്തെല്ലോ പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസം. ഒന്നാമത്തെ പ്രൈസ്, അതായത് ഫസ്റ്റ് പ്രൈസ് നറുക്കെടുത്തത് ഇതിൻ്റെ കോർഡിനേറ്ററും ഇതിൻ്റെ എല്ലാം എന്താ പറയുക, ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ തന്നെയാണ് നറുക്കെടുത്തത്. സാധാരണ ഒരു നറുക്കെടുപ്പ് എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ ആളെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് വേറെ ഒരാളെ കൊണ്ട് നറുക്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ആളുകൾ തന്നെ വന്നിട്ട് നറുക്കെടുക്കുക എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ ആളുകൾക്ക് ചില ഡൗട്ടുകൾ തോന്നുന്നതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ പറയും അടുത്തിരിക്കുന്ന ഒരു കുട്ടീനെയോ അല്ലെങ്കിൽ അപ്പുറത്ത് ഉള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയോ എല്ലാം കൊണ്ടുവന്നിട്ടാണ് നറുക്കെടുപ്പിക്കുക. ഇത് പക്ഷേ നമ്മുടെ കുഞ്ഞേട്ടൻ തന്നെ നറുക്കെടുത്തിട്ടുണ്ട്. ആ നറുക്കെടുപ്പിൽ ചെറിയൊരു പന്തികേട്, അതായത് ഇത്രയും സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇതിങ്ങനെ ഇളക്കിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരെണ്ണം എടുക്കാനേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇങ്ങനെ അടി പോയിട്ട് ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ആളുകൾ നെഗറ്റീവ് പറയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് ഏതോ വയനാടുള്ള ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 2 കോടി രൂപയുടെ വീടാണ്. അപ്പോൾ 8000-ഓളം ടിക്കറ്റ് വെച്ചാണ് ഇവർ വിറ്റിട്ടുള്ളത്. അപ്പോൾ 8000 വിറ്റ് കഴിയുമ്പം 80 ലക്ഷം സംതിങ് ആണ് കിട്ടുക. അപ്പോൾ ഈ 2 കോടീൻ്റെ വീട് അവസാനം ഒരു 80 ലക്ഷത്തിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. 80 ലക്ഷം കിട്ടുമല്ലോ, കാരണം കുറേ വേറെയും സമ്മാനങ്ങളുണ്ട്. എന്തായാലും നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്, ഇദ്ദേഹം അടിയിൽ പോയിട്ട് എന്തോ തപ്പിയെടുക്കുന്ന പോലെയുള്ളൊരു ഫീലാണ് കാണുന്നവർക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ആളുകളെല്ലാം വന്നിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടന്ന സമയത്ത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ടെൻഷനുള്ള പോലെ ഉണ്ട് കേട്ടോ. ഒന്നും കൂടെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയേ. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നങ്ങൾ ആളുകൾ പറയാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും കുഞ്ഞൻ എന്ത് ചെയ്തു, അടുത്ത ദിവസം ഈ പറയുന്ന പ്രൈസ് കിട്ടിയ ആളുടെ പുറകെ പോയിട്ട് ചേസ് ചെയ്ത് പിടിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു വീഡിയോ എല്ലാം എടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഈ പറയുന്ന പ്രശ്നം സോൾവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റർ തന്നെ വന്നിട്ട് നറുക്കെടുത്തു എന്നുള്ളത് ഒന്നാമത്തെ കേസ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിയിൽ പോയിട്ട് ഇങ്ങനെ തപ്പി എടുത്തു എന്നുള്ളത് രണ്ടാമത്തെ കേസ്. ഓക്കെ, അപ്പോൾ ഈ കേസുകൾ മാറാൻ വേണ്ടിയിട്ട് ഈ പ്രൈസ് അടിച്ച ആളെ കൊണ്ടുവന്നിട്ട് ഡയലോഗ് അടിപ്പിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അയാളെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ കൂടി നിങ്ങൾ കണ്ടുനോക്ക്. പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. ഇന്ന് നേരം പോലത്തെ ഇതുവരെ നിങ്ങൾ എല്ലാവരും പാടഞ്ച പച്ചർച്ചിന്നു ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്തായാലും ഫെവിക്കൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂള് ഒട്ടിച്ചുകാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചിക്കാണ് അത് തൊയഞ്ഞെടുത്തു. ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് 1000കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തി അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ. അത് അതേമാതിരി നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്ന് കാണിച്ചു തരുന്നിട്ടുണ്ട്. ഇപ്പോൾ അതാക്കണം ആ ലൈവാണ്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് 1-2 നില 10, 20, 30 ടിക്കറ്റ് എടുത്താൽ അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്.
നൂറുകണക്കിന് ജനങ്ങളുണ്ട് ഓലെ മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി. പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ല. ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക രണ്ടാമതാക്കി പിന്നെ ഇങ്ങനെ ഇട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ്. ഞാൻ ശരിക്കും നോക്കുമ്പോ അതിന്റെ അടി ആ ഗ്ലാസ്മക്ക് വരെ വെച്ച് തട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത്. അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണ എടുക്കാനല്ലേ ഞാൻ നോക്കുള്ളൂ. അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി, ആൾക്കാരെ പറ്റിച്ചോനായി. ഇത്രയും ആൾക്ക് സാധനം കിട്ടിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു. ഞാൻ മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു. അപ്പൊ ഓര് പറഞ്ഞു ഞങ്ങൾ തിരക്കാണ്, പിന്നെ ഒരുത്തൻ ബാംഗ്ലൂരാണ്, ഒരുത്തൻ ലോഡ് വണ്ടിയായിട്ട് വെക്കുന്നത്. ഭയങ്കര കലിപ്പിലാണ് കുഞ്ഞേട്ടൻ. കുഞ്ഞേട്ടൻ ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ട് നാട്ടുകാരെല്ലാവരും കൂടി കുഞ്ഞേട്ടനെ ഇതേപോലെ ചീത്ത വിളിക്കുന്നു എന്നുള്ള ഒരു വിഷമത്തിൻ്റെ പുറത്താണ് പ്രൈസ് കിട്ടിയ ആൾ തിരക്കിലായിട്ട് പോലും പുറകെ പോയിട്ട് പിടിച്ച് നിർത്തി ഇദ്ദേഹം അങ്ങനെ ഒരു ക്ലാരിറ്റി തരുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ വേറൊരാളെ വെച്ച് നറുക്കെടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് ആളുകൾക്ക് മനസ്സിലാവുന്ന പോലെ അല്ലെങ്കിൽ ആളുകളെ പൊട്ടം കളിപ്പിക്കാത്ത രീതിയിൽ ഇതിൻ്റെ നറുക്ക് എടുക്കുക എന്നൊക്കെ പറയുന്ന പരിപാടികൾ ചെയ്യേണ്ടത് ഇവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. 1-2 കോടി രൂപേൻ്റെ പരിപാടികളല്ലേ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ ഇതേപോലുള്ള പരിപാടികൾ ചെയ്യാണ്ടിരിക്കുക. കാരണം ഇദ്ദേഹം ഇതേപോലുള്ള വീഡിയോകളായിട്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഒറ്റ വിറ്റിട്ട് അതിൻ്റെ പൈസ എന്നുള്ള രീതിയിൽ നിങ്ങൾ 1000 രൂപ കൊടുക്കുക, എന്നിട്ട് നറുക്കെടുത്ത് കഴിയുമ്പോൾ വേറൊരു വീട് കിട്ടും. അങ്ങനെ ഒരുപാട് നറുക്കെടുപ്പുകളുമായിട്ട് ഇനിയും വരാനുണ്ട്. അപ്പം ഇപ്പം ചെയ്യുന്ന പരിപാടി കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ ആളുകൾ നിങ്ങളെ വിശ്വസിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വസിച്ചെങ്കിൽ മാത്രമല്ലേ അടുത്ത പരിപാടിക്ക് ആളുകൾ ഇതേപോലെ എടുക്കുകയുള്ളൂ. ആളുകളെ സഹായിക്കാനാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ആളുകളെ സഹായിക്കാൻ എന്തെല്ലാം വേറെ പരിപാടികളുണ്ട്. ഇതിപ്പോൾ നറുക്കെടുപ്പ്, ബഹളം, എന്തൊക്കെയാണ്. എന്നാൽ പിന്നെ അത് മര്യാദയ്ക്ക് എടുക്കുക, അതുമില്ല. എന്നിട്ട് ഇദ്ദേഹത്തെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ പോയിട്ട് ചീത്ത വിളിക്കുക. എന്തൊക്കെ പരിപാടികളാണ്. അപ്പോൾ എന്തായാലും പാണ്ടിക്കാട് കുഞ്ഞേട്ടൻ്റെ ഈ കലാപരിപാടി ഞാൻ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി നേടണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു കേസിൽ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞേട്ടൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ നമ്മളാരുമല്ല. ഇദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ലാഭമുണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഇവരുടെ തന്നെ ആളാണോ എന്നൊക്കെ നമ്മൾ അല്ല പറയേണ്ടത്. അതൊക്കെ എന്താ പറയുക, നാട്ടുകാരാണ് പറയേണ്ടത്. ഓക്കെ, എന്തായാലും ഇങ്ങനെയുള്ള കലാപരിപാടികൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ചീത്തവിളി കേൾക്കാതെ ഒഴിവാകാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന നറുക്കെടുപ്പിനെ കുറിച്ചും പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞേട്ടൻ താഴെ പോയിട്ട് ഇങ്ങനെ തപ്പിയെടുത്തതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ 1, 2, 3 സ്ഥാനങ്ങളൊക്കെ വേറെ എടുക്കുന്നുണ്ട്. അതിൽ തന്നെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരു ചങ്ങായിക്ക് വേറൊരു പ്രൈസും കൂടെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ സ്വാഭാവികം. അവരെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ചിലപ്പം എനിക്ക് അടിച്ചുകൂടാ എന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന പരിപാടി, അതായത് അടിയിൽ പോയിട്ട് തപ്പിയെടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ആളുകളെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.